1972 നവംബർ 18 ആസാമിൽ ജനിച്ച ഇന്ത്യ കണ്ട മഹാനായ പാട്ടുകാരൻ. 38,000-ലധികം പാട്ടുകൾ വ്യത്യസ്ത ഭാഷകളിലായി. അസാമീസ്, ബംഗാളി, ഹിന്ദി തുടങ്ങി നിരവധി ഭാഷകളിൽ. പൂണൂൽ പൊട്ടിച്ചെറിഞ്ഞ് അതിർത്തികൾ മായ്ച്ച് മാനവികത പാടിയ ആസാമീസ് ഗായകൻ. ഞാൻ മനുഷ്യനായാണ് ജനിച്ചത്, എന്നാൽ പൂണൂലിട്ട നാൾ മുതൽ ഞാൻ ബ്രാഹ്മണനാണ്. അത് പൊട്ടിച്ചെറിഞ്ഞ കാലം തൊട്ട് ഞാൻ വീണ്ടും മനുഷ്യനായി. അസാമീസ് ഗായകൻ സുബിൻ ഗാർഗ് തൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഗ്യാങ്സ്റ്റാറിലെ യാ ആലി എന്ന ഒറ്റ ഗാനം മതി അദ്ദേഹത്തെ ലോകം എന്നും ഓർമ്മിക്കാൻ. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ ആരാധകർ പാടിയ പാട്ടുകളിൽ ഒച്ചത്തിൽ മുഴങ്ങിക്കേട്ടതും ഇതുതന്നെയായിരുന്നു. ജാതി വേർതിരിവുകളുടെ പേരിൽ കലാപം പടരുമ്പോൾ പൂണൂൽ പൊട്ടിച്ചെറിഞ്ഞ് പാട്ടിലൂടെ പ്രതിരോധം തീർത്ത ഗായകൻ. അസാം സംസ്ഥാനം അഴിമതിയിൽ മുങ്ങിക്കിടന്ന സമയത്ത് സിനിമയിലൂടെ നടനായും സംവിധായകനായും പ്രതിഷേധിച്ചു. അസാമീസ് നാടോടി സംഗീതം പഠിക്കാൻ രമണി റായിയുടെ അടുത്തെത്തുന്ന കാലം തൊട്ടാണ് സുബിൻ തൻ്റെ സംഗീത ജീവിതത്തെ സാമൂഹ്യ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്നത്. കല പ്രതിരോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉത്തമ അടയാളമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞത് തൻ്റെ സംഗീതത്തിലൂടെയാണ്. 2019 ഇന്ത്യയിൽ ആകെ കൊറോണ പടർന്നു പിടിച്ചപ്പോൾ സ്വന്തം വീട് കൊറോണ സെൻ്ററാക്കിയ മനുഷ്യസ്നേഹി. ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞൊഴുകി ആസാമിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോഴും നാടിനെ തിരിച്ചുപിടിക്കാൻ കാരുണ്യ പ്രവർത്തനത്തിലേർപ്പെട്ട മനുഷ്യസ്നേഹി. പാരമ്പര്യത്തിൻ്റെയും ജാതിയുടെയും പ്രിവിലേജുകൾ ആദ്യകാലങ്ങളിൽ താൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുമുണ്ട്. സിംഗപ്പൂരിൽ വെച്ച് നടന്ന സ്കൂബ ഡൈവിങ്ങിനിടെ ഉണ്ടായ അപകടത്തിലാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. അപകടത്തെ തുടർന്ന് പെട്ടെന്ന് തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സത്യത്തിൽ ആ വിവരം അറിഞ്ഞതു മുതൽ ആസാം കരയുകയായിരുന്നു. ഹൃദയത്തോട് ചേർത്തുവെച്ച ജനങ്ങളുടെ സംഗീത കുലപതിയെ കാണാൻ ആസാം കാത്തിരുന്നു. ലോകത്ത് തന്നെ അപൂർവം ചിലർക്ക് മാത്രം അവകാശപ്പെടാനുള്ള അന്ത്യയാത്രയാണ് ആസാം സുബിന് നൽകിയത്. ഏറ്റവും കൂടുതൽ ആളുകൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതിൽ 4ാം സ്ഥാനം ആസാം ജനം അയാൾക്കു നൽകി. ആരും നിർദ്ദേശിച്ചിട്ടല്ല, സ്വയം തോന്നി വന്നവർ സുബിൻ ഗാർഗിന് സ്നേഹത്തിൽ നൽകിയ മരണാനന്തര ബഹുമതിയായിരുന്നു അത്. കമാൽ ഗുച്ചിയിലെ പാതകളിൽ അവർ വിലപിക്കുന്നുണ്ടായിരുന്നു. സുബിൻ ഗാർഗിൻ്റെ പാട്ടുകൾ, വരികൾ, ശബ്ദം എല്ലാം ഇപ്പോഴും അവശേഷിക്കുന്നു. അദ്ദേഹം അടയാളപ്പെടുത്തിയതെല്ലാം അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കട്ടെ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഗായക, നിങ്ങളില്ലാത്ത നാളുകൾ ഞങ്ങൾ എങ്ങനെ അതിജീവിക്കും എന്ന് ഒറ്റക്കെട്ടായി അസാമീസ് ജനത ഒന്നടങ്കം പറയുന്നു.